ഒടുവിൽ പരാതികളും പരിഭവങ്ങളുമില്ലാതെ വിനേഷ് ഫോഗാട്ട് ഗുസ്തിയോട് വിട പറഞ്ഞു. 100 ഗ്രാമിൽ തട്ടിത്തകർന്ന ആ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് വിനേഷിന്റെ പടിയിറക്കം. ഇടിക്കൂട്ടിൽ ഇടിമിന്നലാകാൻ ഇനി 29-കാരിയായ വിനേഷ് ഫോഗാട്ട് ഉണ്ടാകില്ല. ഇന്ത്യൻ ഗുസ്തി പാരമ്പര്യത്തിൽ ശ്രദ്ധേയമായ ഫോഗട്ട് കുടുംബത്തിൽ നിന്നാണ് വിനേഷും എത്തുന്നത്. മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ സഹോദരൻ രാജ്പാൽ ഫോഗട്ടിന്റെ മകളാണ് വിനേഷ്. ദംഗൽ എന്ന ചിത്രത്തിൽ അമീർ ഖാൻ അവതരിപ്പിച്ച് ബലിപ്പിച്ച മഹാവീർ സിംഗിനെ ഇന്ത്യക്കാരും മറക്കാൻ വഴിയില്ല. മക്കളായ ഗീത, ബബിത എന്നിവർക്കൊപ്പം വിനേഷിനെയും ചെറുപ്പം മുതൽ പരിശീലിപ്പിച്ചത് മഹാവീർ സിംഗ് ആണ്. 2013 തന്റെ 19-ാം വയസ്സിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമണിഞ്ഞാണ് വിനേഷ് ഈ രംഗത്തേക്കുള്ള തന്റെ വരവറിയിച്ചത്. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ കരുത്തയായ യെന റെറ്റിഗനെ അട്ടിമറിച്ച് സ്വർണവും നേടി. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2018 ഓസ്ട്രേലിയയിലും 2022 ബർമിംഗ്ഹാമിലും നടന്ന കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണമണിഞ്ഞു. 2019, 2022 വർഷങ്ങളിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം, 2021 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം. ഇങ്ങനെ പോകുന്നു മെഡൽ നേട്ടങ്ങൾ. അപ്പോഴൊക്കെയും ഒളിമ്പിക് മെഡൽ പല കാരണങ്ങളാൽ വിനേഷിന് നഷ്ടമായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒളിമ്പിക് മെഡൽ വിനേഷിനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. കായിക രംഗത്തെ തന്റെ പൂർണ്ണതയ്ക്ക് അത് അനിവാര്യമാണെന്ന് അവർ ഉറപ്പായും വിശ്വസിച്ചു. 2016 റിയോ ഒളിമ്പിക്സ് ആയിരുന്നു വിനേഷിന്റെ കന്നി ഒളിമ്പിക്സ്. 2015 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് വിനേഷ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലേക്ക് വിമാനം കയറിയത്. ഇസ്താംബുളിൽ നടന്ന ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിലും തന്റെ ഗരിമ നിലനിർത്തുന്ന പ്രകടനം വിനേഷ് പുറത്തെടുത്തിരുന്നു. 48 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു റിയോയിൽ 21-ാം വയസ്സിൽ വിനേഷ് മത്സരിച്ചത്. റൊമാനിയയുടെ എമിലിയ അലീന വുസിനെ 11-0 തകർത്ത് തന്റെ ഒളിമ്പിക് കരിയറിന് ഗംഭീര തുടക്കം കുറിച്ചു. മത്സരത്തിനിടെ വലത് കൈമുട്ടിന് പരിക്കേറ്റു. ക്വാർട്ടറിൽ ചൈനയുടെ സുൻ യനാനായിരുന്നു എതിരാളി. മത്സരം മുന്നേറവേ വിനേഷിന്റെ കാൽമുട്ടിന് പരിക്കേറ്റു. തുടർന്ന് വിനേഷിനെ സ്ട്രെച്ചറിലാണ് മാറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. വാനോളം പ്രതീക്ഷയുമായി കന്നി ഒളിമ്പിക്സിനെത്തിയ വിനേഷിന് നിർഭാഗ്യം കൊണ്ട് അപ്രതീക്ഷിതമായി മടങ്ങേണ്ടി വന്നു. 2 വർഷത്തോളം കഴിഞ്ഞാണ് വിനേഷ് ആ പരിക്കിൽ നിന്ന് മുക്തിയായത്. റിയോ, ടോക്കിയോ ഒളിമ്പിക്സുകൾക്കിടയിൽ 17 ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത വിനേഷ് 16ലും മെഡൽ നേടി. 9 സ്വർണവും 6 വെള്ളിയും 1 വെങ്കലവും. അതോടെ ടോക്കിയോയിൽ ഇന്ത്യയുടെ ഉറച്ച ഒളിമ്പിക് മെഡൽ പ്രതീക്ഷയായി വിനേഷ് മാറി. 2019 കസാക്കിസ്ഥാനിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയതോടെ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യതയുറപ്പിച്ചു. അപ്പോഴേക്കും വിനേഷ് 48 കിലോയിൽ നിന്ന് 53 കിലോ വിഭാഗത്തിലേക്ക് മാറിയിരുന്നു. കോവിഡ് കാരണം 1 വർഷം വൈകിയാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോൾ ലോക 1-ാം നമ്പർ താരമെന്ന പട്ടവും വിനേഷിനൊപ്പമുണ്ടായിരുന്നു. പക്ഷേ കണക്കുകളിലെ വിനേഷ് ഫോഗോട്ടിനെ ആയിരുന്നില്ല ഗോദയിൽ കണ്ടത്. ക്വാർട്ടർ ഫൈനലിൽ ബെലാറസിന്റെ വനേസ കലഡ്സ്കിൻസ്കയോട് തോൽവി ഏറ്റുവാങ്ങി പുറത്തായി. ഇതോടെ മാനസികമായി തകർന്ന വിനേഷ് ഗുസ്തിയിൽ നിന്ന് ഒരു താൽക്കാലിക ഇടവേളയെടുത്തു. 3-ാം തവണ സ്വപ്നം പൂവണിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് വിനേഷ് പാരീസിലെത്തിയത്. നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന 53 കിലോഗ്രാം എന്നതിൽ നിന്ന് മാറി 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു. ഇതിനായി കഠിന ശരീര നിയന്ത്രണം ആവശ്യമായിരുന്നു. സെമി ഫൈനൽ വരെ രാജകീയ വരവായിരുന്നു വിനേഷിന്റേത്. പക്ഷേ ഒറ്റ ദിവസത്തെ 3 മത്സരങ്ങൾ ശരീരഭാരത്തെ തകിടം മറിച്ചു. ഇടയ്ക്കിടെ റിഫ്രഷ്മെന്റ് എടുക്കേണ്ടി വന്നതോടെ അനുവദനീയമായതിലും 2.5 കിലോഗ്രാം കൂടുതൽ ഭാരം വർദ്ധിച്ചു. സെമി ഫൈനൽ കഴിഞ്ഞ് 12 മണിക്കൂറിനകം ഭാരപരിശോധനയുണ്ടായിരുന്നു. ആ 12 മണിക്കൂറിനുള്ളിൽ 2.5 കിലോഗ്രാം ഭാരം കുറയ്ക്കുക എന്നത് വെല്ലുവിളിയായി വിനേഷ് ഏറ്റെടുത്തു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കഠിന പ്രയത്നം നടത്തിയും ഡീഹൈഡ്രേഷൻ സൃഷ്ടിച്ചും വസ്ത്രത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തിയുമെല്ലാം ആവത് ശ്രമിച്ചതാണ്. പക്ഷേ രാവിലെ ഭാരം പരിശോധിച്ചപ്പോൾ 100 ഗ്രാം അധികം. ഇതോടെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടു. ഒളിമ്പിക് മെഡൽ എന്ന വിനേഷിന്റെ സ്വപ്നം പൊലിഞ്ഞു. ഒടുവിൽ ആ സ്വപ്നം ബാക്കിയാക്കി തന്നെ വിനേഷ് തന്റെ ഗുസ്തി കരിയറിന് വിരാമവുമിട്ടു.